അണ്ണ പടം കണ്ട വിലായത്ത് ബുദ്ധ എങ്ങനെയുണ്ട്? കിട്ടില്ല പടം. അത് ഞാൻ വലിയ ശുമാനം പുഷ്പയായിട്ട് എന്തെങ്കിലും തോന്നി? പുഷ്പ ഞാൻ എത്ര സ്റ്റാർ കൊടുക്കാൻ പറ്റും 5-ലൊക്കെ ആണെങ്കിൽ? എങ്ങനെയുണ്ടായി പടം കണ്ടിട്ട് വിലായത്ത് ബുദ്ധ? തിയേറ്റർ എക്സ്പീരിയൻസ് സാധനമാണ്. ഇപ്പം നോവലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ ഡിഫറെൻ്റ് ആയിട്ട് സംഭവം വന്നിട്ടുണ്ട് അതിൽ. എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് എനിക്കതിൽ ഷമ്മിത്തിലേൻ്റെ പെർഫോമൻസാണ്. നോവലിലുള്ളൊരു ക്യാരക്ടറിനെ പോലെ തന്നെ അതിൽ നിന്ന് ഏറെ എക്സ്ട്രാ ഓർഡിനറി എന്ന രീതിയിൽ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല ഷമ്മിത്തിലേൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു. പിന്നെ പൃഥ്വിരാജ് പുഷ്പ അങ്ങനെ പറയാൻ പറ്റില്ല. അത് വായിച്ചേക്കുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആ രീതി നോക്കുമ്പോൾ ആ നോവലിലുള്ള ഡബിൾ മോഹൻ്റെ ആ സാധനം പൃഥ്വിരാജ് അടിപൊളിയായിട്ട് അതിന് ചെയ്തിട്ടുണ്ട്. നായികയാണെങ്കിലും കിടിക്കിടുന്ന പെർഫോമൻസ് വൈസ് പടത്തിൽ കൊടുത്തിരിക്കുന്ന റോളുകളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസുകൾ ഒരു രക്ഷയില്ല. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് അത് ഇങ്ങനെ അറിയാമല്ലോ, ജെയ്ക്സ് ബിജോയുടെ ഒരു മാജിക് അറിയാമല്ലോ, അതിങ്ങനെ കത്തി തന്നെ നിൽപ്പുണ്ട്. നായിക ഷമ്മിയത്തിലേനും ഒരു രക്ഷയില്ല അവരുടെ പെർഫോമൻസ് വൈസിൽ. പൃഥ്വിരാജ് കിട്ടിയിരിക്കുന്ന ആ രീതി വെച്ച് പെർഫോമൻസ് വൈസിൽ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ലോക്കൽ ഒരു മേക്ക് ഓവർ കുറേ നാൾക്ക് ശേഷം പൃഥ്വിരാജിൻ്റെ കാണുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്. ഒരു ചേസിൻ സീനൊക്കെ ഉണ്ട്, അത് ഒരു രക്ഷയില്ല. നൈറ്റ് വിഷ്വൽസ് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് തിയേറ്ററിൽ. എത്ര സ്റ്റാർ കൊടുക്കാൻ പറ്റും 5-ലൊക്കെ ആണെങ്കിൽ? അങ്ങനെ സ്റ്റാർ പറയാൻ പറ്റില്ല, എന്നാലും അപ്രോക്സിമേറ്റ്ലി ഒരു 3.5 മിനിമം കൊടുക്കാൻ പറ്റും. അണ്ണ പടം കണ്ട വിലായത്ത് ബുദ്ധ എങ്ങനെയുണ്ട്? കിട്ടില്ല പടം. അത് ഞാൻ വലിയ ശുമാനം വിളിച്ച് പറഞ്ഞു. രാജുവിൻ്റെ പൃഥ്വിരാജിൻ്റെയും മറ്റേ ഷമി തിലകൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ്. ഷമി തിലകൻ തിലകൻ്റെ മാനം തെളിയിച്ചു. പുള്ളി വിളിച്ച് ഞാൻ പറഞ്ഞു കിട്ടില്ല മൂവി, ഒരു ക്ലാസിക് മൂവി. തായ്വാരൽ പോലെ പഴയ ലാലേട്ടനെ കാണാം പൃഥ്വിരാജ് ആക്ഷനായാലും എല്ലാം അന്നേച്ചിട്ടുണ്ട്. കരിയർ ബെസ്റ്റ് മൂവിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു നെഗറ്റീവ് ഞാൻ കാണുന്നില്ല. പടം നന്നായി ഓടൻ്റെയാണ്. പക്ഷെ എനിക്കറിയില്ല, മിക്സർ റിപ്പോർട്ട് കേട്ടോ, ഒരു ലാഗ് എനിക്ക് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫിൽ ഒരു ലാഗും തോന്നിയില്ല. പുഷ്പ പോലെ എന്തെങ്കിലും തോന്നിയോ? പുഷ്പ എനിക്ക് സാമി തോന്നുന്നത് തായ്വാരത്തോടാണ്. മോഹൻലാലിൻ്റെ പഴയ തായ്വാരം, ബ്രഹ്മരം, ആ സ്റ്റൈൽ മൂവിയായിട്ട് എനിക്ക് തോന്നി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മറ്റേ ആ നടി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലൊന്നും എനിക്കൊരു ലാഗും തോന്നിയില്ല. എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക, മാസും ഉണ്ട്, ക്ലാസ്സും ഉണ്ട്. ഒരു ലാഗ് എനിക്ക് തോന്നിയില്ല. എല്ലാം കൊണ്ട് കിട്ടുന്ന മൂവിയായിട്ട് എനിക്ക് തോന്നി. പുഷ്പയായിട്ട് എന്തെങ്കിലും തോന്നി? ഞാൻ പുഷ്പ അങ്ങനെ പുള്ളിയായിട്ട് കണ്ടിട്ടില്ല. എനിക്ക് സാമ്യം തോന്നിയത് തായ്വാരത്തോടാണ്. പഴയ ലാലേട്ടൻ ഇതിൽ ഞാൻ കണ്ടു. കിടിലൻ പെർഫോമൻസ്. ഷമി തിലകനായാലും ഉഗ്ര മേക്കിംഗ് ആണ്. സച്ചിയുടെ ടച്ച് ഉണ്ട്, സച്ചിൻ ഡയറക്ടറിൻ്റെ അയാളുടെ ടച്ച് ഉണ്ട്. എല്ലാം കൊണ്ട് കിടിലം പോയി. അതായത് ഈ പൃഥ്വിരാജിൻ്റെയും ഷമി തിലകൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ്. എത്ര സ്റ്റാർ കൊടുക്കാം 5-ൽ? 5-ൽ 4.5 കൊടുക്കാം. ഇത് കിരീടം ഭരതല പോലെ ഒരു ക്ലാസിക് പടമാണ്. നന്നായിട്ട് ഓടേണ്ട പടമാണ്. എന്തായാലും അവാർഡിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല ഉഗ്രം പെർഫോമൻസ്. ആ നടി നന്നായി ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് എല്ലാം അടിപൊളിയാണ്.